ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്തിനെ പറ്റി വീണ്ടും ചർച്ചകൾ ഉയർന്നു വരികയാണ്. അതിന് കാരണം ഇന്ന് അതിരാവിലെ എത്തിയ ഒരു വാർത്തയാണ്. അതെ, സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ട് നെടുമ്പാശ്ശേരിയിലെത്തിയ ശേഷം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ അഗളി സ്വദേശി വെട്ടേറ്റതടക്കമുള്ള പരിക്കുകളോടെ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതെ, മലപ്പുറം ആക്കപ്പറമ്പിലെ വഴിയരികിൽ രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ അഗളി വാക്യത്തൊടി അബ്ദുൽ ജലീൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കേസിലെ പ്രധാന പ്രതിയായ യഹിയ ആണെന്നും ഒളിവിൽ പോയ ഇയാൾക്കായി തിരച്ചിൽ ശക്തമാക്കിയെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു. സംഭവവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 3 പേർ കസ്റ്റഡിയിലുള്ളതായും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന സൂചനകളും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഇവരുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ്. കാണാതായി 4-ാം ദിവസമാണ് ജലീലിനെ വെട്ടേറ്റ പരിക്കുകളോടെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. വെന്റിലേറ്ററിലായിരുന്ന ജലീൽ രാത്രി 12:15 തന്നെ മരിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച വിവരം നെറ്റ്കോളിലൂടെ ഒരാൾ ഭാര്യയെ വിളിച്ചറിയിച്ചിരുന്നു. ജിദ്ദയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ജലീൽ 15-ന് രാവിലെ 9:45 നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. സുഹൃത്തിനൊപ്പം പെരിന്തൽമണ്ണയിലേക്ക് എത്താമെന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വാഹനവുമായി ചെന്നാൽ മതിയെന്നും കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. ഇത് പ്രകാരം ഭാര്യയും ഉമ്മയും അടക്കമുള്ളവർ പെരിന്തൽമണ്ണയിലെത്തി കാത്തുനിന്നെങ്കിലും എത്താൻ വൈകുമെന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോകാനും ജലീൽ അറിയിച്ചതായി വീട്ടുകാർ പറയുന്നു. ഇതേ തുടർന്നാണ് ദുരൂഹതകളുടെ തുടക്കം ഉണ്ടാകുന്നത്. പിറ്റേന്ന് രാവിലെയായിട്ടും ജലീൽ വീട്ടിലെത്താത്തതിനെ തുടർന്ന് അഗളി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾ. വീടിന്റെ എതിർവശത്താണ് പോലീസ് സ്റ്റേഷനുള്ളത്. ഭാര്യയുമായി ജലീൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതിനാൽ തന്നെ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നില്ല. 16-ന് രാത്രിയാണ് ഇയാൾ ഭാര്യയുമായി അവസാനം സംസാരിച്ചത്. പിറ്റേന്ന് രാവിലെ വിളിക്കാമെന്നും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായി ഭാര്യ പറഞ്ഞു. ഇത് മറ്റാരോ ചെയ്യിപ്പിച്ചതാണെന്ന സംശയത്തിലാണ് ഇപ്പോൾ കുടുംബം. പിന്നീട് ഇന്നലെ രാവിലെ അജ്ഞാതൻ വിളിച്ചറിയിച്ച പ്രകാരം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ജലീലിനെ കുടുംബം കാണുന്നത് പോലും. ശരീരമാസകലം മർദ്ദനമേറ്റ പരിക്കുകളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വിമാനമിറങ്ങുന്ന പല പ്രവാസികളെയും തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്ത വാർത്തകൾ നാം ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെന്നാണ് സൂചനകൾ ഉയർന്നു വന്നിരുന്നതെങ്കിലും ഈ അന്വേഷണത്തെ പറ്റിയും മറ്റു പല വിവരങ്ങളും ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴിതാ വീണ്ടും ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. എന്നാലോ സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന് സ്ഥിരീകരിക്കാനോ ഇതിന് പിന്നിൽ ആരാണെന്ന് തെളിയിക്കാനോ ആയിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.